നമുക്ക് അല്ലമീനിലേക്ക് കൂടി ഒന്ന് പോകണമെന്ന് തോന്നുന്നു. തളിയിൽ അല്ലമീനുണ്ട്, വലിയ ക്യൂ തളിയിലുണ്ട്, AK അഭിലാഷ് ഉണ്ട്, ജെയ്സൺ ചാമോളപ്പിലുണ്ട്, സായികുമാർ ഉണ്ട്. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് കൂടി ഒന്ന് പോകാം. എന്താണ് ചേലക്കരയിൽ നിന്നുള്ള കാഴ്ച? എനിക്കൊന്ന് വയനാട് ഏകദേശം പോളിംഗ് അവസാനിച്ച മട്ടാണ്. നമുക്ക് AK അഭിലാഷിലേക്ക് ഒന്ന് പോകാം. AK അഭിലാഷ്, ചേലക്കരയിൽ ഇപ്പോൾ AK അഭിലാഷ് നിൽക്കുന്ന ബൂത്തിൽ എന്താണ് അവസ്ഥ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചേലക്കരയിൽ ചുരുക്കം ചില ബൂത്തുകളിൽ ഒഴിച്ച് പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞു. AK അഭിലാഷ് കേൾക്കാമെങ്കിൽ. AK അഭിലാഷ് നിൽക്കുന്ന പോളിംഗ് ഇതിപ്പോൾ എനിക്കൊരു തളിയിലെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചുരുക്കം ചില ബൂത്തുകളിൽ ഒഴിച്ചു നിർത്തിയാൽ വലിയ പോളിംഗ് ഇപ്പോൾ ചേലക്കരയിലും കാണുന്നില്ല. വയനാട്ടിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 65% എത്തുമോ എന്നുള്ളതാണ്. ചേലക്കരയോ? അല്ല, വയനാട് തട്ടിമുട്ടിയാണ് 60 കടന്നത്. ഈ അതിമോഹമാണ് 65 എന്നൊക്കെ പറയുന്നത്. അതെ, അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. അല്ലമീൻ, തളിയിൽ കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്ലമീൻ, അർകുമാർ നേരത്തെ കണ്ട കാഴ്ചയ്ക്ക് ഒരു മാറ്റവുമില്ല. ആ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ തമ്പടിച്ച് തന്നെ നിൽക്കുകയാണ്. ഏതാണ്ട് 133 പേർക്കാണ് ടോക്കൺ നൽകിയത്. പക്ഷേ അതിന് ടോക്കൺ നൽകാതെ പിന്നെ ഒരു 10-20 പേർ ഉണ്ടായിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ടോക്കൺ തീർന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞത് 150ഓളം ആളുകൾ നിലവിൽ ക്യൂവിലുണ്ടായിരുന്നു. അതിലൊരു 10-20 ആളുകൾ ഇതിനകം വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും 100 ആളുകൾ ഇപ്പോഴും ആ ക്യൂവിൽ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോൾ 6:30 ആയിരിക്കുകയാണ്. ഇനിയും ഏതാണ്ട് 9 മണിവരെയെങ്കിലും ഇത് നീണ്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അവരൊക്കെ മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. പലരുടെയും മുഖത്ത് അതിന്റെ ക്ഷീണം പ്രകടവുമാണ്. സ്ത്രീകളായിട്ടുള്ള ആളുകളുടെയൊക്കെ മുഖത്തൊക്കെ അതിന്റെ ക്ഷീണം പ്രകടമാണ്. ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എപ്പോഴാ വന്നേ? ക്ഷീണിച്ചോ? മുഖമൊക്കെ കറങ്ങി തുടങ്ങി? കുറെ നേരമായില്ലേ നിൽക്കണം. കുഴപ്പമൊന്നുമില്ല, ക്ഷീണുണ്ട്. അരുൺ, അവരുടെ മുഖങ്ങളിലും അവരുടെ കണ്ണുകളിലൊക്കെ നോക്കുമ്പോൾ കാണാം. കാരണം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അവർ ഒരുപാട് നേരം ഇങ്ങനെ താടിയിൽ കൈകൊടുത്തും ചുവരിൽ ചാരിയും വെള്ളം കുടിച്ചുമൊക്കെ കാത്തുനിന്ന ആളുകളാണ്. പലരും വെയിൽ കൊണ്ട് നിന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെ, പ്രായമായ ആളുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോഴും ഈ ക്യൂവിൽ തുടരുന്നത്. ഒന്നും ചെയ്യാനില്ല. അവർക്കെല്ലാം ടോക്കൺ നൽകിയിട്ടുണ്ട്. അവർക്ക് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം. പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടത് അരുൺകുമാർ, ഇത്രയും ആളുകൾ ഈ കണ്ട മണിക്കൂർ അത്രയും കാത്തു നിന്നിട്ടും വോട്ട് ചെയ്യാനില്ല, ഇനി ഞങ്ങൾ മടങ്ങുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് പ്രധാനമാണ്. കാരണം അവർ സാധാരണ ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വയനാട്, ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടൊക്കെ വലിയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും അത്തരം വിവാദങ്ങളൊന്നും ചേലക്കരയിൽ ആ അർത്ഥത്തിൽ വന്നിരുന്നില്ല. പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും വികസന പ്രശ്നങ്ങളും ഒക്കെ അതിൽ ഫോക്കസ് ചെയ്തുള്ള ചർച്ചകൾ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ എന്നാൽ പോലും മുന്നണികൾ കാടിളക്കിയുള്ള പ്രചരണം നടത്തി. ആ പ്രചരണം വോട്ടർമാരിലേക്ക് എത്തിക്കാൻ, ആ പ്രചരണത്തിന്റെ വീറും വാശിയും വോട്ടർമാരിലേക്ക് എത്തിക്കാനായി എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും അതിന്റെ ചൂടും ചൂരും ആവാഹിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ നമ്മൾ വലിയ രീതിയിലുള്ള ആ ഒരു പോളിംഗ് പെർസെന്റേജ് ഒക്കെ നോക്കുമ്പോഴും പോളിംഗ് ബൂത്തിലെ തിരക്കും ആളുകളുടെ പങ്കാളിത്തവും ഒക്കെ കാണുമ്പോഴുമൊക്കെ അത് വ്യക്തമായിരുന്നു. പക്ഷേ ഈ ബൂത്തിന്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇത്രയും പേർ വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ മണിക്കൂറിലും അവസാന മണിക്കൂറിലും ഇത്രയും ക്യൂ തുടരുന്നത്. അത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല. ഇവരെല്ലാവരും പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പതിവ് കാഴ്ച കഴിഞ്ഞ ലോക്സഭ ഏറ്റവും ഒടുവിൽ ഒരു ഒഫീഷ്യൽ കണക്കെത്തുന്നുണ്ട് അല്ലേ? 71.65% അല്ലേ ചേലക്കരയിൽ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന, അന്തിമമല്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ അനുസരിച്ച് 71.65%. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 77.43%. 6% അല്ലേ? ഓൾമോസ്റ്റ് 6% വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്നും അത്രയും പെട്ടെന്ന് റെക്ടിഫൈ എടുത്തിട്ടുണ്ടോ? അത്രയും വലിയ ഗ്യാപ്പ് ഒന്നും വരില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു 73-74. പക്ഷേ നോക്കൂ, വളരെ ചുരുക്കം ചില ബൂത്തുകളിൽ മാത്രമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ തളിയല്ലാതെ 78ാമത്തെ ബൂത്ത് AUP സ്കൂൾ തോന്നൂർക്കര, 113ാമത്തെ ബൂത്ത് GUP കുത്താമ്പുള്ളി, 118ാമത്തെ ബൂത്ത് തിരുവില്ലാമല 7th ഡേ. ഈ 4 ബൂത്തിലെ ഇനി ആളുകളുള്ളൂ. അതൊരു 400 ആണെന്ന് കൂട്ടി. അതെ, 400 പേർ കൂടിയാൽ പോലും 1% താഴെ മാത്രം, ഒരു 0.5% വ്യത്യാസം. 72%, 73% ചേലക്കരയിലെ കണക്ക് നിൽക്കും. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ്. രമ്യ ഹരിദാസ് കടുത്ത പോരാട്ടം നടത്തിയ മണ്ഡലമാണ്. പക്ഷേ തുളസി മത്സരിച്ച് 2016 അപേക്ഷിച്ച് പോളിംഗ് പെർസെന്റേജ് വളരെ കുറഞ്ഞു നിൽക്കുന്നു. അന്ന് 79% കഴിഞ്ഞ തവണ 77% 77%
പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രാധാകൃഷ്ണൻ 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയതാണ്. യു പ്രദീപും തുളസിയും തമ്മിൽ ഏറ്റുമുട്ടിയ പോളിംഗ് പെർസെന്റേജിൽ നിന്നും 7% കുറവാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. ഈ വയനാടും ഇതുപോലെ തന്നെ പ്രശ്നമാണ്. കാരണം വയനാട് നമ്മളിപ്പോൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷത്തിലേറെ പേര് വോട്ട് ചെയ്തു, ഏതാണ്ട് 11 ലക്ഷത്തിനടുത്ത് വോട്ട് ചെയ്തു. 73% കണ്ടാണ് പോളിംഗ് ആകെ 73.47. അതെ, അത്ര 73 ആണ്. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു 65% വന്ന് നിൽക്കാം. അതെ, അങ്ങനെയാണെങ്കിൽ എത്ര പേരാ വോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു 9 ലക്ഷം പേരെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. 14 ലക്ഷം അല്ലേ ആകെ വോട്ട്? അതെ, 9.5 ലക്ഷത്തോളം. 9.5 ലക്ഷത്തോളം വന്നാൽ ഈ പറയുന്ന 6 ലക്ഷം പിന്നെ അല്ലെങ്കിൽ 5.5 ലക്ഷം എന്നൊക്കെ പറയുന്ന നമ്മുടെ മെജോറിറ്റി ഉണ്ടല്ലോ, ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഇമ്പോസിബിൾ ആണ്. അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യൻ മൊകേരി അവിടെ മത്സരിക്കുന്ന സമയത്ത് ഷാനവാസുമായി മത്സരിക്കുന്ന 2014 ഏകദേശം 3.5 ലക്ഷത്തിലധികം വോട്ട് സത്യൻ മൊകേരി പിടിച്ചിട്ടുണ്ട്. അവിടെ 3 ലക്ഷം പിടിച്ചിട്ടുണ്ട്. പക്ഷേ CP-യുടെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അനിരാജ മത്സരിച്ചപ്പോൾ കിട്ടിയ 2,85,000. അതെ, അല്ലെങ്കിൽ PP സുനീർ മത്സരിച്ച് 2.25 അപ്പോൾ 2,75,000 വോട്ട് CP-ക്ക് ഇടതുപക്ഷത്തിൽ അവിടെ അഷ്യൂർഡ് വോട്ടാണ്. അതവരുടെ ഷുവർ ബെറ്റാണ്. അപ്പോൾ ആ 2,75,000 മാറ്റിവെച്ചാൽ 9,75,000 നിന്ന് ബാക്കി അവശേഷിക്കുന്നത് 7 ലക്ഷമാണ്. ആ 7 ലക്ഷത്തിൽ നിന്ന് പിടിച്ചത് 1.5 ഇത്തവണ 1 ലക്ഷം പിടിക്കുന്നു, അല്ലെങ്കിൽ 1.25 പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം 1.25 ഉള്ളൂ. 1.40. അപ്പൊ 1.25 കൂട്ടും. അങ്ങനെ 7 നിന്ന് 1.25 കുറച്ചാൽ ബാക്കി വരുന്നത് എത്രയാണ്? 5,40,000 അതിൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ നോട്ട് എല്ലാം കൂടെ കഴിഞ്ഞ 5.5 ലക്ഷം വോട്ടാണ് മൊത്തം കിട്ടാൻ പോകുന്നതെന്ന് കരുതുക. 5.5 ലക്ഷമാണ് പ്രിയങ്കയ്ക്ക് കിട്ടുന്നതെങ്കിൽ 2.25 ലക്ഷം സത്യൻ മൊകേരി പിടിക്കുകയാണെങ്കിൽ 2,70,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടാവൂ. അത് ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിലും രാഹുൽ ഗാന്ധി ഫീൽഡ് ചെയ്തതിനു ശേഷം കിട്ടിയതിൽ വെച്ച് ഏറ്റവും കുറവ് ഭൂരിപക്ഷമായിരിക്കും. കാര്യം ആദ്യം കിട്ടിയത് 4,31,000, അതിനുശേഷം കിട്ടിയത് 3,64,000. പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെയാണെങ്കിൽ 3 ലക്ഷത്തിൽ താഴെ ഭൂരിപക്ഷം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമാണ്. പ്രിയങ്ക തരംഗം അവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറയേണ്ടി